ഇന്നലെ ഫുട്ബോൾ ലോകത്ത് ഒത്തിരി വിവാദമായിട്ടുള്ള സംഗതികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്പർ 1 നീക്കോ വില്യംസ് ബാർസലോണയെ ചതിച്ചു അല്ലെങ്കിൽ പറ്റിച്ചു എന്ന് പറയാം. കാരണം കഴിഞ്ഞ ഒരു മാസമായിട്ട് ഡീലൊക്കെ എഗ്രി ആയി, അല്ലെങ്കിൽ പേഴ്സണൽ ടേംസ് എഗ്രി ആയി നീക്കോ ഇതാ ബാർസലോണയിലേക്ക് പോകുമെന്നുള്ള കാര്യമൊക്കെ അത്ലറ്റിക്കോ ബിൽബാവിനെ അറിയിച്ചു. അപ്പോൾ അങ്ങനെ ബയേണിനെയൊക്കെ റിജക്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ ബാർസയിലേക്ക് പോവും, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ 90% ഉറപ്പാണ്. ഇനി ക്ലബ്ബുകൾ തമ്മിൽ ഡീല് സെറ്റാക്കിയാൽ മതി എന്നുള്ളൊരു സെറ്റപ്പിലൊക്കെയാണ് ഇരുന്നത്. കാരണം വേറൊന്നുമില്ല, റിലീസ് ക്ലോസ് പേ ചെയ്ത് കഴിഞ്ഞാൽ നീക്കോ ബാർസലോണ പ്ലെയർ ആവും. പക്ഷേ ഇന്നലെ ആ ഒരു വാർത്ത പുറത്തേക്ക് വന്നു. 10 വർഷത്തെ കോൺട്രാക്ട് വിത്ത് വേറൊരു റിലീസ് ക്ലോസ് ഒക്കെ ആയിട്ട് 10 വർഷത്തെ കോൺട്രാക്റ്റ് ആണ് നീക്കോ വില്യംസ് ബിൽബാവോയിൽ സൈൻ ചെയ്തിട്ടുള്ളത്. ഇത് എൻ്റെ ബോയ്ഹുഡ് ക്ലബ്ബാണെന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ പുള്ളിക്കാരൻ വലിയ ഡയലോഗൊക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ബാർസലോണയിലേക്ക് പോകാന്നുള്ള തരത്തിൽ വാർത്തയൊക്കെ വന്നതെന്നുള്ള കാര്യം അറിയില്ല. ഇപ്പം എന്തായാലും അത്ലറ്റിക്കോ ബിൽബാവോയിലും ഒത്തിരി വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ബിൽബാവോക്ക് ബാർസലോണയുടെ ഈ മൂവ് ഇഷ്ടമായിരുന്നില്ല. കാരണം കഴിഞ്ഞ സീസണിലാണ് തൊട്ടാണെങ്കിലും അവർ ശ്രമിക്കുന്നുണ്ടായ ഒരു സൈനിങ് ആണ് ബാർസലോണ നീക്കോനെ കൊണ്ടുവരാനായിട്ട്. പക്ഷേ അപ്പോഴും ഈ പറയുന്ന പോലെ ബിൽബാവോ യൂറോപ്പ ലീഗ് കളിക്കുന്ന ഒരു ടീമായിരുന്നു. പക്ഷെ അപ്പൊ അതുകൊണ്ട് അവർക്ക് അന്ന് തൊട്ട് ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഈ കൊല്ലത്തേക്ക് വന്നപ്പോഴാണെങ്കിലും മീഡിയാസ് വഴി ബാർസലോണ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായി എന്നുള്ള തരത്തിലാണ് ചില സ്പാനിഷ് മാധ്യമങ്ങളിലൊക്കെ വായിക്കാൻ സാധിച്ചത്. അപ്പൊ അത്ര ബിൽബാവോയിലുള്ള മാനേജ്മെന്റ് അത്ര അധികം ഇഷ്ടപ്പെട്ടില്ല ഈ ബാർസ ചെയ്തുകൊണ്ടിരുന്ന കാര്യം. അപ്പൊ അതിനിടയ്ക്കാണ് ഈ ഒരു കാര്യം പുറത്തേക്ക് വന്നിട്ടുള്ളത്. ബാർസലോണ ഫാൻസ്, പ്ലേയേഴ്സ്, അതുപോലെ തന്നെ മാനേജ്മെന്റ് ഒക്കെ ഒരേപോലെ നടക്കും എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. യമാലൊക്കെ വളരെയധികം ഹൈപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഈ ഒരു നീക്കോ വില്യംസിന്റെ വരവ്. പക്ഷേ കാര്യങ്ങളെല്ലാം ഉൾട്ടയായി ഭവിച്ചു എന്നുള്ളതാണ്. വാട്ട് ഹാപ്പൻഡ് എന്നുള്ളതിന് കൃത്യമായിട്ടൊരു ഉത്തരം ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ ഇതിനെക്കുറിച്ച് നോക്കിയപ്പോൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീക്കോ വില്യംസിന് ഒരു എക്സിറ്റ് ക്ലോസ് നെഗോഷിയേറ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഡാനി ഓൾമോക്കും അതുപോലെ തന്നെ ഗുണ്ടോവനൊക്കെ ബാർസലോണയുടെ ഒരു എക്സിറ്റ് ക്ലോസ് ഉണ്ടായിരുന്നു. അതായത് ബാർസലോണയ്ക്ക് പ്ലെയറിനെ രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അവർക്ക് ക്ലബ്ബ് വിട്ട് പോകാം, ഫ്രീ ഏജന്റ് ആയിട്ട് പോകാം എന്നുള്ളൊരു എക്സിറ്റ് ക്ലോസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡാനി ഓൾമോക്കെ കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം സ്പാനിഷ് ഗവൺമെന്റ് ഒക്കെ ഇടപെട്ടിട്ടാണ് ഇത് കാര്യങ്ങളൊക്കെ സോർട്ട് ചെയ്തത്. അപ്പോൾ ബാർസലോണയുടെ ഈ പറയുന്ന പോലെ പ്രോഫിറ്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റി, പ്ലെയേഴ്സിനെ രജിസ്റ്റർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടാണ് പ്ലെയേഴ്സ് അങ്ങനെ ഒരു സംഗതി വെക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സംഭവം നീക്കോ വില്യംസിന്റെ കോൺട്രാക്റ്റിലും വേണം എന്നുള്ള കാര്യം നീക്കോ വില്യംസ് ആവശ്യപ്പെട്ടു. അപ്പോൾ അത് ബാർസലോണ അംഗീകരിച്ചില്ല എന്നുള്ള തരത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. പക്ഷേ അതാണോ റീസൺ? കാരണം ബാർസലോണയെ സംബന്ധിച്ച് ഇപ്പൊ അവർക്ക് അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പൊ ഒരു ലീഗ് ഒക്കെ അടിച്ച് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഫണ്ടും കാര്യങ്ങളൊന്നും വലിയ പ്രശ്നമില്ലാതെ നിൽക്കുന്ന സമയത്ത് ഇതാണോ റീസൺ എന്നുള്ള കൃത്യമായിട്ട് അറിയില്ല. ഇപ്പൊ എന്തായാലും ബാർസലോണയുടെ സൈഡിൽ നിന്നിട്ടുള്ള ബ്രീഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. നമ്മൾ അറിയാത്ത ഏതെങ്കിലും റീസൺ ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ ഉണ്ടാവാം. ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾക്കുള്ളിലായിരിക്കും വരുന്നത്. ഇപ്പൊ എന്തായാലും ബാർസലോണ ഇനി ഒരിക്കലും ഈ ഒരു പ്ലെയറിന് വേണ്ടി പോവില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എംബാപ്പെ റയൽ മാഡ്രിഡ് സാഗ പോലെയാണ്. കാരണം ഒരു സമ്മറിൽ നമുക്കറിയാം റയലിലേക്ക് ഇപ്പൊ പോകുന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ എംബാപ്പെ ഇരുന്നാണ്. അതിനുശേഷം എംബാപ്പെ പുതിയൊരു കോൺട്രാക്ട് PSG സൈൻ ചെയ്തു. അപ്പൊ അതോടുകൂടി ദാറ്റ് ട്രെയിൻ ഹാസ് പാസ്ഡ് എന്നുള്ള കാര്യം റയൽ മാഡ്രിഡിന്റെ മീഡിയാസ് പറഞ്ഞു, അതുപോലെ തന്നെ ഫാൻസ് ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എംബാപ്പെ അവിടെ തന്നെ എത്തി എന്ന് പറയുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കുമോ എന്നുള്ള കാര്യം അറിയില്ല. ഇപ്പൊ എന്തായാലും ഭാവിയിലേക്ക് നമുക്കറിയാം. എന്തായാലും ബയേൺ, ബാർസലോണ, ആഴ്സണൽ ഇങ്ങനെയുള്ള ടീമുകളെയൊക്കെ റിജക്ട് ചെയ്തിട്ടാണ് നിക്കോ വില്യംസ് ബിൽബാവോയിൽ തുടരുന്നത്. അപ്പം എന്താണ് ബിൽബാവോയിലുള്ള പുള്ളിക്കാരൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എന്നുള്ള കാര്യം നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പം എന്തായാലും മൂവിങ് ഓൺ, മറ്റൊരു വിവാദമായിട്ടുള്ള സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ തോമസ് പാർട്ടീനെ പറ്റിയിട്ടാണ്. തോമസ് പാർട്ടീനെ ഫൈനലി പുള്ളിക്കാരൻ്റെ ചാർജ് ചെയ്തിട്ടുണ്ട് പോലീസ്. അതായത് UK മെറ്റ് പോലീസ് തോമസ് പാർട്ടി റേപ്പിൽ ഇൻവോൾവ് ആണ് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് അവർ ഒഫീഷ്യലി ചാർജ് ചെയ്തു. ഇപ്പം ഇത്രയും നാൾ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കഥയിലേക്ക് പോയി കഴിഞ്ഞാൽ 2022 ഇത് ആദ്യമായിട്ട് ഈ ഒരു അലിഗേഷൻ റൂമേഴ്സ് ഒക്കെ പുറത്തേട്ട് വരുന്നത്. അപ്പോൾ അന്ന് തോമസ് പാർട്ടിനെ അറസ്റ്റ് ചെയ്തു. അതിനുശേഷം പോലീസ് അന്വേഷണം കാര്യങ്ങളാണ് ഇത്രയും നാൾ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ UK നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അറസ്റ്റ് ചെയ്യും, അതിനുശേഷം ഈ കുറ്റം തെളിയുന്നത് വരെ ഈ കുറ്റവാളിക്ക് റൈറ്റ് ടു പ്രൈവസി എന്നുള്ളൊരു സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് തോമസ് പാർട്ടിയുടെ പേര് നമ്മൾ പലപ്പോഴും അങ്ങനെ മീഡിയാസിലൊന്നും കേൾക്കാതിരുന്നത്. അപ്പം അതിൻ്റെ ഒരു ലീഗൽ റീസൺ എന്ന് പറയുന്നതാണ്. പക്ഷേ അതല്ലാതെ ഈ പറയുന്ന പോലെ ഫാൻസിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും തോമസ് പാർട്ടിനെ കളിയാക്കിക്കൊണ്ടിരുന്നതാണ്, ഈവൻ റേപ്പിസ്റ്റ് ആണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും ഈ പറയുന്ന പോലെ കളിയാക്കാനായിട്ട് റൈവൽ ഫാൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ആഴ്സണൽ എങ്ങനെ ഒരു പ്ലെയറിനെ പ്രൊട്ടക്ട് ചെയ്യുകയാണ്, ഇങ്ങനെയുള്ളൊരു കാര്യം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അല്ലെങ്കിൽ 2-3 വർഷമായിട്ട് ഫാൻസ് ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് സത്യമായിട്ട് ഭവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ തോമസ് പാർട്ടി ഒരു
ഈ പറയുന്ന പോലെ റേപ്പിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരാളാണ്. 5ഓളം റേപ്പുകൾ നടത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു സെക്ഷൽ അസോൾട്ട് നടത്തിയിട്ടുണ്ട്. 3 വ്യത്യസ്ത സ്ത്രീകളാണ് ഇതിനകത്ത് കംപ്ലൈൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്, ഒരാളല്ല. ഇപ്പോൾ 2-3 പേര് ഇതുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഈ ചാർജ് ചെയ്യാനുള്ള റീസൺ പോലീസ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്വേഷണങ്ങളൊക്കെ നടത്തിയപ്പോൾ ഇനഫ് എവിഡൻസ് ഉണ്ട് എന്നുള്ള കാര്യമാണ് തോമസ് പാർട്ടിനെ പറ്റി പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ആഴ്സണൽ നടത്തിയ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെയറിന് ഇപ്പോൾ കോൺട്രാക്റ്റ് ഇല്ല, ലീഗൽ പ്രൊസീഡിങ്സ് നടക്കുകയാണ്, നോ കമൻസ് എന്നാണ്. വളരെ മോശപ്പെട്ട ഒരു പരിപാടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്സണൽ ഫുട്ബോൾ ക്ലബ്ബ് ഈ കാര്യത്തിൽ ചെയ്തിട്ടുള്ളത്. കാരണം ആഴ്സണൽ ക്ലബിന് അറിയായിരുന്നു, അവരുടെ മാനേജ്മെന്റിന് അറിയായിരുന്നു, ആർട്ടറ്റയ്ക്ക് അറിയായിരുന്നു. പക്ഷെ അവർ ഇത്ര നാൾ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു തോമസ് പാർട്ടിനെ. ശരിക്കും അവർ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അലിഗേഷൻ വന്നപ്പോൾ അല്ലെങ്കിൽ അന്വേഷണം നടക്കുമ്പോൾ അവർ സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. മിക്ക ക്ലബ്ബുകളും ചെയ്തിട്ടുള്ള കേസ് എന്ന് പറഞ്ഞാൽ അതാണ്. ഇപ്പോൾ മാൻ സിറ്റി മെൻഡിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, യുണൈറ്റഡ് ഗ്രീൻവുഡിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ സിഗർട്സൺ എവർട്ടണിൽ. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു കാര്യം. പക്ഷേ ഇവരിവിടെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിത് കംപ്ലീറ്റ്ലി അത് കണ്ണടച്ച് വെച്ചു എന്നുള്ളതാണ്. അതിനുശേഷം ഈ മാത്രമല്ല പാർട്ടിയുടെ കോൺട്രാക്ട് റിന്യൂ ചെയ്യുന്നുള്ളൊരു സ്ഥിതിയിലേക്ക് വരെ വന്നതാണ്. അതിനുശേഷം റിന്യൂ ആയില്ല. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് റിന്യൂ ആയിരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറേ ഫാൻസൊക്കെ അപ്സെറ്റ് ആയിരുന്നു. പക്ഷേ അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, ക്ലബിന് അറിയായിരുന്നു ഈ ഒരു കേസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺട്രാക്ട് പുതുക്കി കഴിഞ്ഞാൽ പണിയാവുന്നുള്ള കാര്യം ക്ലബിന് അറിയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പുതുക്കാണ്ട് വിട്ടത്. കറക്റ്റ് ഒരു സംഭവം അടിച്ചു കിട്ടി പാർട്ടിക്ക്. ആഴ്സണലിൻ്റെ ഭാഗത്ത് നിന്ന് അത് വളരെ വളരെ മോശപ്പെട്ടൊരു കാര്യമാണ്. ഒരിക്കലും അവർ ഇങ്ങനെ ഒരാളെ പ്രൊട്ടക്ട് ചെയ്യാൻ പാടുണ്ടായില്ല. ഇത് എന്ത് തരം മെസ്സേജാണ് ആഴ്സണൽ ലോകത്തൊത്തിരി ആരാധകരുള്ള, അതുപോലെ തന്നെ ഇങ്ങനത്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അപ്പം എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ആർട്ടറ്റയുടെ അടുത്ത് ചോദിക്കും, ക്ലബിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് ചോദിക്കും, പ്ലെയേഴ്സിൻ്റെ അടുത്ത് ചോദിക്കും. അതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാവും. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഷിറ്റ് സ്റ്റോമുകളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ആദ്യമേ സസ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പം അതുപോലെ തന്നെ മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് വൺ, മറ്റൊരു വാർത്ത വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ UEFA ആസ്റ്റൺ വില്ലയ്ക്കും അതുപോലെ തന്നെ ചെൽസിക്കൊക്കെ വലിയൊരു ഫൈൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആസ്റ്റൺ വില്ലയ്ക്ക് ഏതാണ്ട് 15 മില്യൺ ഫൈനാണ്. പക്ഷേ ചെൽസിക്ക് കൊടുത്തിട്ടുള്ള 30 മില്യൺ പ്ലസ് 60 മില്യൺ ഉള്ളൊരു കണ്ടീഷണൽ ഫൈനൊക്കെയാണ് വച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഫിനാൻഷ്യൽ ഫെയർ പ്ലേ ബ്രേക്ക് ചെയ്തു എന്നുള്ള കാര്യം പറഞ്ഞിട്ടാണ്. അപ്പോൾ പ്രീമിയർ ലീഗിലേക്ക് വന്നു കഴിയുമ്പോൾ PSR എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒത്തിരി തരികിട പരിപാടികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെൽസിയുടെ ഓണറായ ക്ലർക്ക് ക്യാപിറ്റലാണ് തരികിടകളുടെ ഉസ്താദാന്ന് പറയാം. അവർ ഒത്തിരി തരികിടകൾ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിനെപ്പറ്റി ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന സംഭവമാണ് അത് തന്നെയാണ് ആസ്റ്റൺ വില്ല ഫോളോ ചെയ്തത്. ചെൽസി അവരുടെ വുമൻസ് ടീമിനെ അവർക്ക് തന്നെ വിറ്റു. അപ്പോൾ അത് ഒരു പ്രോഫിറ്റായിട്ട് കാണിച്ചു. ആ വിറ്റ പൈസ മെൻസ് ടീമിൻ്റെ മുകളിലേക്ക് പ്രോഫിറ്റായിട്ട് കാണിച്ചു. അപ്പോൾ അങ്ങനെ പ്രീമിയർ ലീഗിലെ PSR അവർ രക്ഷപ്പെട്ടു. പക്ഷേ ഈ UEFA ഫിനാൻഷ്യൽ ഫെയർ പ്ലേ അത് അവർക്ക് ഒരിക്കലും സമ്മതിക്കുന്ന ഒരു കാര്യമല്ല. പ്രീമിയർ ലീഗിൽ സമ്മതിക്കും, പക്ഷേ UEFA സമ്മതിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ്. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ട് ഇടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.